ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് ദിറിയ എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത സൗദി അറേബ്യയിലെ ആദ്യത്തെ സിറ്റിയാണ്. ഇത് കാണാൻ കുറേ ആൾക്കാർ വിദേശത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നടക്കുമ്പോൾ കുറേ കുഴിച്ചിട്ടതൊക്കെ കണ്ടു. ഒരാൾ ഞങ്ങൾക്ക് ഗഹ്വൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ ഗഹ്വൊക്കെ കുടിച്ചു. ഭയങ്കര തിരക്കാണ്. പിന്നെ ഇവിടെ 9 മണി മുതൽ 5 മണി വരെ ഫ്രീ പ്രവേശനമാണ്. അത് കഴിഞ്ഞിട്ട് 5 മണി മുതൽ രാത്രി 12 മണി വരെ 50 റിയാൽ കൊടുക്കണം. ഇത് ദിരിയയിലെ തുറായിഫാണ്. ഇവിടെ ആളുകൾ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഇത് സൽവ പാലസ് ആണ്, കൊട്ടാരാണ് കേട്ടോ. കൊട്ടാരത്തിലേക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. കൊട്ടാരം പണ്ട് അന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് അതേപോലെ തന്നെയാണ്. പിന്നെ അവിടെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒരു അന്നത്തെ പോലെ തന്നെ നേരാക്കും. പിന്നെ ഇതൊരു പള്ളിയാണ്. ഇപ്പോൾ ഇങ്ങനെ രാത്രിയായി, അപ്പം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. രാത്രിയാണെങ്കിലാണ് കൂടുതൽ ഭംഗി. ഇത് പണ്ട് കാലത്ത് അവരുടെ പട്ടാളക്കാർ ഉപയോഗിച്ച തോക്കുകളാണ്. കുറേ തോക്കുകളുണ്ട്. മോഡലും വേറെയാണ്. ഇതൊക്കെ നമുക്ക് ഈ TV-യിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അവർ ഉപയോഗിച്ച കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഷിപ്പുകൾ, ഇതൊക്കെ അവരുപയോഗിച്ച ഷിപ്പുകളാണ്. അത് മോഡലാണ്. തോക്കുകളൊക്കെ അവർ ഉപയോഗിച്ചത് തന്നെയാണ് കേട്ടോ. അത് അമ്മിക്കുട്ടിയാണ്. ഈ സാധനം അവർ ഈ തോക്കിലൊക്കെ നിറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കൽ. പിന്നെ കണ്ടില്ലേ കുറേ തോക്കുകൾ. പിന്നെ ഇത് നമുക്ക് രാത്രി ആയാലും ഇത് കാണാൻ പറ്റുള്ളൂ. അവർ ആ സൽവ പാലസിൻ്റെ നേരായിട്ട് ഇത് ഇങ്ങനെ ഇതാക്കും. ഇത് ഭയങ്കര അടിപൊളിയാണ്. അത് വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അത് അടിക്കുകയാണ്. ഇങ്ങനെ പല ചിത്രങ്ങളും കൈമാറും. ചിലതൊക്കെ ഭയങ്കര രസകരം. ഇതൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല കേട്ടോ. ഈ ഡോറിൻ്റെ ഇതിൻ്റെ അടുത്തേക്ക് പ്രവേശനമില്ല. നമുക്കിത് അവിടെ നിന്നിട്ട് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് പിന്നെ രാത്രിയിലെ ഓണാക്കുള്ളൂ കേട്ടോ. ഇത് പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ച വാളുകളാണ്. പിന്നെ വാളുകളുണ്ട്, അത് ഇടുന്ന അതില്ലേ, അതും ഉണ്ട്. ഇത് യുദ്ധത്തിന് ഇടുന്ന ഡ്രസ്സുകൾക്കൊക്കെയാണ്.
ഇവർക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കത്തിയൊക്കെ എന്തെങ്കിലും ആയാലും ഒന്നും പറ്റില്ല. ഈ ഡ്രസ്സുമൊക്കെ ഇതാവുക, ഈ ഡ്രസ്സുമ ഒന്നും ആവില്ല. പിന്നെ ഈ സാധനം കൊണ്ടാണ് നമ്മൾ തടയാറ്. ഇതിന് നമുക്ക് തോക്കൊക്കെ അങ്ങനെ പിടിക്കാനൊക്കെ സമ്മതിക്കും. ഇത് പിന്നെ കുതിരയുടെ ഇതാട്ടോ. കുതിരനെ കുറിച്ച് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. പല കളറാണ്. പിന്നെ അതിൻ്റെ ബോണും മസിൽസും ഒക്കെ കാണിച്ചു തരും. ഇത് കുതിരയുടെ ഒരു മോഡലാണ് കേട്ടോ. നമ്മൾ തൊടാനൊന്നും സമ്മതിക്കൂല. ഇതിൽ പിന്നെ ഫുൾ കുതിരനെ കുറിച്ചിട്ടായിരിക്കും. കുതിരയുടെ പല ശില്പങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്നിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 കുതിരകൾ ഉണ്ടായിരുന്നു. അൽ സഖബ്, അൽ മുർത്തജാസ്, അൽ ലസസ്, അൽ ലഹീബ്, അൽ സബ, അൽ ദറാബ്. ഇതൊക്കെ പിന്നെ ഓരോ എഴുത്തുകളൊക്കെയാണ്. ഇതാണ് പണ്ട് കാലത്തെയുള്ള കോയിൻസ്, കറൻസി. പണ്ട് കാലത്തെ കേട്ടോ. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇതും കണ്ടില്ല, പറ്റ ചെറുതാണ്. ഇതൊക്കെ നോക്കൂ, വലുതാണ്. പിന്നെ ഇത് ശരിക്കുള്ള കോയിൻസ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കൊടുത്തൊരു കാര്യമൊന്നുമില്ല. പണ്ടത്തെ കുടത്തുനിന്ന് ഇങ്ങനെ കോയിൻസ് വരികയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.